വെൽക്കം ബാക്ക് ടു സുബാ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ വസുകുഞ്ഞിനെ സ്കൂളിലൊക്കെ ചേർത്തിട്ടുള്ളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകണം. അതായത് ബുക്സ്, ബാഗ് തുടങ്ങിയ ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വൈകിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. ഏട്ടൻ ഇങ്ങനെ ലാഗ് ചെയ്ത് സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുന്നേ ആയിട്ടാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. അങ്ങനെ നമ്മൾ വൈകിട്ട് പോവാൻ റെഡിയായിട്ട് ഇറങ്ങുന്ന സീനാണ് കേട്ടോ. അപ്പം ഈ ഒരു സീനിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവൻ കുറച്ച് വലിയ കുട്ടിയായിരുന്നു. തന്നെ ഇരുന്ന് ചെരുപ്പൊക്കെ ഇടണം. എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. അയ്യോ, എൻ്റെ കുട്ടി തന്നെ ചെരുപ്പിടാനൊക്കെ ആയോ എന്നുള്ളത്. മീൻസ് ഇങ്ങനെ ഒട്ടിക്കുന്നൊരു ടൈപ്പാണ്. എന്നാലും അവനെ കൊണ്ടാകുന്ന രീതിയിൽ വേണ്ട അമ്മ ഹെൽപ്പ് ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് ആളിരുന്ന് ഇടണത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് തോന്നി. എൻ്റെ കുട്ടി വലുതായി. ഇവിടെ നോക്കട്ടെ, സെറ്റായാ? ബസ് നിക്ക് പോലെ അച്ഛൻ വണ്ടി ഇറക്കട്ടെ പോലെ. അവന് സാധനങ്ങൾ മേടിക്കാനാണെന്ന് അറിഞ്ഞത് കൊണ്ട് അവൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ കൂടെ വരുന്നത്. ഇവിടുന്ന് പോകുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് സ്പൈഡർമാൻ വിട്ടൊരു കളിയില്ല, സ്പൈഡർമാൻ്റെ ബാഗ്, ബുക്ക് എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. നമ്മൾ ആദ്യം ശാസ്തമംഗലത്തുള്ള രാമചന്ദ്രയിലാണ് കേട്ടോ അതോ ഒരുപാട് ദൂരപ്പുണ്ട്. ഇവിടെ തന്നെ എല്ലാം കാണും എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷെ എന്നപാട് തന്നെ ബാഗ് സെക്ഷനാണ് കേട്ടോ നമ്മൾ നോക്കിയത്. ഇപ്പം ബാഗ് സ്പൈഡർമാൻ മതി എന്ന് പറഞ്ഞത് കൊണ്ട് സ്പൈഡർമാൻ എടുത്ത് തന്നെ കൊടുത്തു ആൾക്ക്. അപ്പം അവന് അത് പറ്റില്ല, അവൻ തന്നെ കയറി എടുക്കണം എന്ന് പറഞ്ഞിട്ട് വേറെ സ്പൈഡർമാനും ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് തപ്പി പിടിക്കുകയാണ്, വേറെ ഉണ്ടാവുന്നു. അത് നമ്മളത് ഈ കാണുന്ന ബാഗ് എടുത്തു. അപ്പോൾ അത് ഒരുപാട് ഒരു ചെറുതാണെന്ന് തോന്നി. കാരണം കുറച്ച് ബുക്സ് ഉണ്ട് ആൾക്ക് അധികം. സോ നമ്മൾ വിചാരിച്ചു കുറച്ചുകൂടെ ഒരു വലിയ ബാഗ്. പക്ഷെ ഇവന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, എന്നാൽ ഒരുപാട് ചെറുതുമാകാൻ പാടില്ലാത്ത രീതിയിലുള്ള ബാഗ് പിന്നെ നമ്മൾ തപ്പിത്തിരഞ്ഞെടുക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്ക് കൺഫ്യൂഷനാണ്, അത് വേണം ഇത് വേണം എന്നുള്ളത്. ഇപ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് പോയെങ്കിലും വീണ്ടും തപ്പിച്ചെല്ലുന്നുണ്ട് അതേ സ്പോട്ടിൽ തന്നെ. പിന്നെ ഇവിടെ വന്നത് നമ്മൾ മറ്റേ ഇതൊക്കെയാണ് പെൻസില്, ക്രയോൺസ്, ആ വക സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ ചെന്ന് കയറിയത്. അപ്പം അവൻ ആദ്യമേ ഓടിപ്പോയത് എന്തിനാന്ന് വെച്ചാൽ ക്ലേ എടുക്കാനാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ക്ലേ എന്തിനാന്ന് വെച്ചാൽ അവൻ പാമ്പ് ഉണ്ടാക്കാനാണ്. അവൻ പല വെറൈറ്റീസ് ഓഫ് പാമ്പ് ഉണ്ടാക്കും. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, ചുറ്റിപ്പണഞ്ഞിരിക്കുന്നത്, ചുരുണ്ടിരിക്കുന്നത്, ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാമ്പ്. ഈ ക്രയോൺസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാമ്പ് മാത്രമല്ല കേട്ടോ, അവൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ അവൻ പല സാധനങ്ങൾ അവൻ ഉണ്ടാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ എന്തോ അതിനൊരു ടാലൻ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെ എൻകറേജ് ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം എവിടെ പോയാലും ആൾക്ക് ക്ലേ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലേ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അവിടുന്ന് ക്ലേ എടുത്തതിന് ശേഷം ഈ ഇറേസറിൻ്റെ പല കളക്ഷൻ ഇരിക്കുന്നു, പല ടൈപ്പ് ഓഫ് സംഗതികൾ. പക്ഷെ ഈ സ്കൂളിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരുടെ ഒരു റബ്ബിൽ മൊത്തത്തോടെ അങ്ങ് കീറിപ്പോവും. അമ്മാതിരി ഒരു ടൈപ്പ് ഓഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഇറേസർ കണ്ടിട്ട്. പിന്നെ അതിനെയൊക്കെ മാറ്റി പിന്നെ നോർമൽ ആയിട്ടുള്ളതൊക്കെ ഞാൻ തപ്പിത്തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്ലേ മേടിച്ചു കഴിഞ്ഞപ്പം ആള് പോയി അടുത്തടുത്ത സാധനമാണ് ഈ കാണുന്ന ഒരു പെയിന്റ് അടിക്കുന്ന ബ്രഷ്. അങ്ങനെ അതിൽ കുറച്ച് നേരം വാശി പിടിച്ചു. അതൊരു യൂസുമില്ലാത്ത സാധനമായിട്ട് ഞാൻ തിരിച്ചുകൊണ്ട് വെച്ചു. പക്ഷെ വീട്ടിൽ വന്നിട്ട് ആള് ബഹളം ഉണ്ടാക്കി കേട്ടോ. ഇവനെ ഓർമ്മയുണ്ട് ഇവൻ എന്തൊക്കെയാണ് മറ്റേ ബാസ്ക്കറ്റിനകത്ത് എടുത്തിട്ട എന്നുള്ളത്. സോ നമ്മളായിരുന്നു മണ്ടന്മാർ. കുറച്ച് തിരിച്ചു വന്നതിന് ശേഷം ഭയങ്കര കരച്ചിലായിരുന്നു. ഈ വലിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ, ഇതിനെല്ലാം ഞാൻ തിരിച്ചു മാറ്റി. ഇതിൻ്റെ നമ്മൾ ഈ ആവശ്യമുള്ള സംഗതികൾ മാത്രം എടുത്തിട്ടാൽ മതി. പിന്നെ ക്ലേ അവൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ക്ലേ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ അല്ലാണ്ട് ഒരു അനാവശ്യ വസ്തുക്കളും അവിടെ നിന്ന് എടുത്തിട്ടില്ല. എല്ലാം ആവശ്യമുള്ള ഉപകാരമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്.
കഴിഞ്ഞ് വന്നപ്പോഴും വേറൊരു സെക്ഷനിൽ വേറെയും കുറച്ചുകൂടി അധികം ബാഗ് കളക്ഷൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് അവിടുന്ന് അത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ അവിടെ പോയി നിന്ന് നോക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മളൊരു ബാഗിന് നമ്മൾ ചൂസ് ചെയ്തിട്ടാ. അതും സ്പൈഡർമാൻ തന്നെ. സ്പൈഡർമാൻ വിട്ട് നമുക്കൊരു ജീവിതമില്ല ഗൈസ്. അങ്ങനെ ആ സ്പൈഡർമാൻ ബാഗ് മേടിച്ചു. പിന്നെ ഞാൻ അവിടെ ഇടയ്ക്ക് പോയി 3 കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോർമൽ ചെറിയ കപ്പാണ്. ഇവിടെ എല്ലാവർക്കും വലിയ കപ്പിൽ ചായ കുടിക്കാനാണ് കുറച്ച് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ കപ്പ് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ 2 കപ്പ് എടുക്കാൻ തോന്നുന്നു. അപ്പോഴും പിന്നെ ഈ കൊച്ചിന് കൂടെ എന്തായാലും മസ്റ്റാണ്, നമ്മൾ കുടിക്കുമ്പോൾ അവനത് വേണം. അപ്പം പിന്നെ അവനോടൊരു കപ്പ് എടുത്ത് അങ്ങനെ 3 കപ്പ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. വലിയ കപ്പ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ കപ്പ്. പിന്നെ ഇവന് ലഞ്ച് ബാഗ് ഇതല്ല കേട്ടോ എടുത്തത്, വേറെ ഒരെണ്ണമാണ് എടുത്തത്. ആദ്യം ഇത് നന്നായിട്ട് തോന്നി, പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ സിബ് പോയിരിക്കുകയാണെന്ന്. ഒരു പൂക്കൃഷി സിബാണ് അതിലുണ്ടായിരുന്നത്. ഷൂ നമ്മൾ അതിന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ ഏട്ടനും ഞാനും തമ്മിലുള്ള സ്റ്റണ്ടാണ് ഈ കാണുന്നത്. ഏട്ടൻ പറഞ്ഞ് ലഞ്ച് ബാഗിൻ്റെ ആവശ്യം എന്താ, ലഞ്ച് ബാഗ് വേണ്ട, LKG കുട്ടിക്ക് ചോറ് ലഞ്ച് ബോക്സ് ഒക്കെ സ്കൂൾ ബാഗിനകത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാനും ഏട്ടനും അവിടെ കിടന്ന് അട്ടിക്കൂടുന്ന സീനായിരുന്നു ഇപ്പം കണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ ബുക്സ് മേടിക്കാനായിട്ട് വന്നു കേട്ടോ. അവർക്ക് 4 ബുക്സാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. 4 ലൈൻ ചെക്ക് ബുക്ക്, പിന്നെ ഒരു 2 ലൈനിൻ്റെ 2 ബുക്ക്, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചു. പക്ഷെ ബുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം ഒരു ആമചന്ദ്രയിൽ എടുത്തു തരാൻ ആളില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമേ ഇല്ല ഇങ്ങോട്ട് പോയി വരാൻ. നമുക്ക് ചെന്ന് ചോദിക്കാനും ആരും കാണില്ല അവിടെ. സോ നമ്മൾ പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് പോയി വേറെ ബുക്ക് മേടിക്കണം. പിന്നെ ഇവനെന്താ ഷൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഇതൊന്നും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉണ്ട്, പക്ഷെ നമ്മുടെ ഒരു ഇഷ്ടത്തിനുള്ളത് കിട്ടിയില്ല. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ കുട്ടി അവിടെ പോയി ഈ മാതിരി ഐറ്റംസ് ഒക്കെ മേടിച്ചത്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൻ തന്നെ എല്ലാം ബില്ലടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അവന് ചിലപ്പോൾ, മേ ബി. അങ്ങനെ നമ്മൾ അതൊക്കെ പാക്ക് ചെയ്തു. അതിൻ്റെ ഇടക്ക് ഇവൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ചുമ്മാ വേണ്ടാത്ത സാധനങ്ങൾ വേണ്ട എന്നുള്ള രീതിക്ക് തന്നെ. അങ്ങനെ നമ്മളിത് മേടിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിട്ടാ. അതിനുശേഷം നമ്മൾ ഷൂസും ബാക്കിയുള്ള ഐറ്റംസും മേടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലംബർല മാർട്ടിൽ വന്നു കേട്ടോ. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും പക്ഷെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളും കിട്ടും. അങ്ങനെ നമ്മളിവിടെ വന്ന് ഫസ്റ്റ് നമ്മൾ ഷൂസാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷൂസ് മേടിച്ചതിന് ശേഷം ആൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ്, പെൻസിൽ ബോക്സ്, സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഈ വക ഐറ്റംസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞു എനിക്കിത് ഈ കാണുന്ന പെൻസിൽ ബോക്സ് മതി, ഈ സ്പൈഡർമാൻ്റെ. അങ്ങനെ പിന്നെ ഈ സ്പൈഡർമാൻ്റെ പെൻസിൽ ബോക്സും എല്ലാ സ്പൈഡർമാനാണ് കേട്ടോ. മൊത്തം സ്പൈഡർമാൻ മയമാണ് ഞങ്ങൾക്കുള്ളത്. തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. നമ്മൾ ബാഗ് ഓൾറെഡി മേടിച്ചു, ഇനി വേണ്ട. നമ്മൾ മേടിച്ചത് ഈ കാണുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല കേട്ടോ, സ്റ്റീലിൻ്റെ തന്നെയാണ്. പുറത്ത് ഇങ്ങനെ ചെറിയൊരു കവറിങ് പോലെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നുമല്ല നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാം സ്റ്റീലിൻ്റെ തന്നെ. ബോട്ടിലാണെങ്കിലും ശരി, അകത്ത് സ്റ്റീലാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോഴി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി ജസ്റ്റ് ഒന്ന് കയറിട്ടോ. നമ്മൾ എവിടെ പോയാലും കുറച്ചു നേരം വന്ന് നിൽക്കും, ഒരു മനസ്സുഖം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി വസുന് KFC വേണമെന്ന് പറഞ്ഞു. അപ്പോൾ KFC കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇവൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചിക്കിങ്ങിൽ കയറിയിട്ടാ. അങ്ങനെ ചിക്കിങ്ങിൽ കയറി നമ്മൾ വസുന് ബ്രോസ്റ്റഡ് വാങ്ങിച്ചു കൊടുത്തു. അവൻ മാത്രമല്ല നമ്മളും കഴിച്ചു. അപ്പോൾ നമ്മുടെ കുട്ടി ഷോപ്പിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാ വ്ളോഗ്സ്.